ഹലോ, ഇന്ന് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്ത് വേറെന്ന് പറഞ്ഞാൽ ഊട്ടിയിൽ പോണേട്ടാ. ഊട്ടിയിൽ പോണത് ഉമ്മാൻ്റെ കുടുംബക്കാരായിട്ടാണ്. അതായത് ഞങ്ങളുടെ കസിൻസ്. നിങ്ങളിതിനു മുമ്പ് കണ്ട മലയാറ്റൂർ ട്രിപ്പ് പോയപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെ കാണിച്ചെന്ന്. അവർ മാത്രമല്ല കേട്ടോ, ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു ബസ് നിറച്ച ആൾക്കാരുണ്ടാവും. കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്, അതുതന്നെ അവരൊന്നും വരണില്ല. പിന്നെ ഇവിടെ നിന്ന് ഉമ്മായും ഞാനും മാത്രമുള്ള, എൻ്റെ ഹസ്ബൻഡും കുട്ടികളൊന്നും വരണില്ല. അനിയത്തിയുടെ ഹസ്ബൻഡ്. പിന്നെ വഴിയെ ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. പിന്നെ പോണത് ഊട്ടിയിലേക്കാണ്. ഇനി ഇൻഷാ അള്ളാ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഹലോ ഹലോ. ഓ വ്ലോഗാണോ? ഹലോ സുവർണല്ല, സുപ്രീ പേര് മാറിപ്പോയി. ഗ്രേറ്റ് ബ്ലോഗർ സുപ്രിയ ജലാൽ. അളിയൻ വന്നില്ല, ഇവളോട് ബുക്ക് ചെയ്തോന്ന് പറഞ്ഞു. വെക്ക പോരാ, അളിയൻ വന്നില്ല. അവര് വരും 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 വരും. അവര് ചിക്കൂടൊക്കെ വരും. ഹായ് പറയാൻ പറ, സുപ്രിയാണ്. ഹലോ ഹലോ, ഈ യാത്ര തുടങ്ങുകയാണ്. അപ്പോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. റസൂലേ നിൻകനിവാലേ, റസൂലേ 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 നിൻവരവാലേ. ാണെങ്കിലും ചിറയാണതറിയുന്നു നീ. പൂത്തുലഞ്ഞ പുളകം നമ്മൾ പൂങ്കാറ്റിനോടും കിളികളോടും കരകൾ ചൊല്ലി, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. चल 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 के पायल
കടന്തുടി എവിടെ തുടി തൊട്ടി കളിയാട്ടം തുടരാം കളിയാട്ടം ജീവതാളം നീ പ്രണയിനി. അരെ വാ, ഗുഡ് ജോബ് ഗൈസ്. ഇത് മതി അതല്ലേ പാട്ടിൻ കല്ലോലിനി. கொஞ்ச நேரம் அடிபட்டு போயிருவ மாறி மத்த நேரம் போரடிக்கும் என்ன பண்ணதாயி അങ്ങനെ നമ്മൾ ചുരം കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്നിട്ട് ഡീൽ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ചുരം കയറാനായിട്ട് പോവാണ് കേട്ടോ. കയറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മേളിലോട്ട്. എന്ത് അപ്പോൾ നമ്മുടെ മൂത്തുമാൻ്റെ മോനാണ് ഊട്ടീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് ഇത് പറയാനുണ്ട് കേട്ടോ. കേട്ടോ ഊട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും പറഞ്ഞ പോലത്തെ ഊട്ടിയല്ല. ഈ ഊട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ പച്ച പരവിധാനികൾ നിറച്ചിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെ ഒരു കേന്ദ്രമാണ്. ഊട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇൻട്രോ ഊട്ടീനെ കുറിച്ച് ഇൻട്രോ
വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് ഞങ്ങൾ സാധാരണയായി ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൂനൂരെത്തി. താമസിക്കാനുള്ള സ്ഥലത്തേക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോണേട്ടോ നമ്മൾ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഊട്ടി ട്രെയിനൊക്കെ പോണ ആ റെയിലില്ലേ, അതിൻ്റെ സൈഡിൽ കൂടിയുള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു സ്റ്റേഷനാണ് കെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ ലെവൽ ക്രോസിൽ കൂടിയാണ് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് പോവേണം കേട്ടോ. എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യണമല്ലോ, എന്നിട്ട് വേണം നമുക്കൊന്ന് പുറത്തൊക്കെ പോകാനെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആ വഴി കയറി പോയതൊരു സ്റ്റേഷനാണ് കേട്ടോ. ആ ഊട്ടി ട്രെയിനില്ലേ, അത് നിർത്തുന്ന സ്റ്റേഷനാണ് ഇത് കെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വഴിയാണ് ഇതൊക്കെ. നമ്മൾ ആ റൂം കണ്ടുപിടിക്കാനായിട്ട് വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് എല്ലാവരും ഫ്രഷപ്പ് ആവാനായിട്ട് അതിൻ്റെ അടുത്തുള്ള അവർ പറഞ്ഞൊരു സ്ഥലമുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി കുറേ ആൾക്കാരൊക്കെ ഫ്രഷായിട്ടൊക്കെ പോയി തിരിച്ച് വന്ന്. പിന്നെ നമ്മൾ കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാനുള്ള. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച്. ഇതാണ് അതിൻ്റെ ആ സൈഡിലുള്ള ഭംഗിയിട്ട് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിൻ്റെ അകവും റൂമൊക്കെ നമുക്ക് ഇരിക്കാനും ബെഡും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലവും തന്നത് നമുക്ക്. അങ്ങനെ എല്ലാവരും എന്താ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നതിന്. എല്ലാവരും ഫ്രഷായ ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മൾ പുറത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് കിട്ടിയൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തത് അത്ര പോരായിരുന്നു, പക്ഷേ നമുക്ക് വേറൊരാൾ അറേഞ്ച് ചെയ്ത് തന്ന് ഉടനെ തന്നെ. പക്ഷെ നല്ല അടിപൊളി റിസോർട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡിയായി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എൻ്റെ അനിയത്തിയാണ് ആ പാട്ട് പാടണത്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവള് പാട്ടോട് പാട്ടാണ്. കരളിലമൃതമയ ആരോ പാടും ലളിത മധുരമയ ഗാനം പോൽ കരളിലമൃതമയ ചൊരിയോ മലവരി കവിളിലി മൃദുല തരള പദചലന തഴുകി വരുന്നൊരു ഗാനം ഏതോ താളം മനസ്സിനണിയറേ. നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. എന്തായാലും ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ
ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇടാം. പിന്നെ ഫോൺ നമ്പറും മറ്റു സംഭവങ്ങളൊക്കെ ഇതിലിട്ടേക്കാം കേട്ടോ. ഇതിൻ്റെ ബസ് ഇറങ്ങിയിട്ട് ബസ് അങ്ങോട്ട് മുകളിലേക്ക് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ട് നടന്ന്, പിന്നെ നമ്മുടെ അധികമുള്ള ലഗേജുകളും പിന്നെ ഉമ്മാനെയും ആൻറ്റീനെയൊക്കെ അവർ വന്നിട്ട് കുറേ പേരെ നടക്കാൻ പറ്റാത്തവരെയൊക്കെ കാറിൽ കയറ്റി 2 ട്രിപ്പ് അടിച്ചിട്ട് വന്നിട്ട് കൊണ്ടുപോയിട്ടാ. ഇതാണ് നമ്മുടെ റിസോർട്ടിലോട്ട് കയറണ വഴി. മേളിലേക്ക് കയറുന്തോറും നല്ല തണുപ്പും നമ്മുടെ കണ്ണിലും മൂക്കിലും കൂടെയൊക്കെ അങ്ങനെ തണുപ്പ് കയറിയിട്ട് എല്ലാവരും ഇങ്ങനെ ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലായിരുന്നു അങ്ങോട്ട് നടന്നുകൊണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ഇതൊക്കെ ഒരു പ്രാവശ്യം കുട്ടിയിലൊന്നും വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, എന്നിട്ട് ഒന്നും പിടിച്ചില്ല. ഇവിടുത്തെ തണുപ്പ് കാലാവസ്ഥയിൽ പിടിക്കുള്ളതൊക്കെ. ഞാനും ബിന്ദുവൊക്കെ കൂടി പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി അകത്ത് കണ്ടത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. ഇതെല്ലാം മരമാണ്, ചെടികൾ നല്ല അടിപൊളിയാണിത്. നല്ല മണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ റിസോർട്ടും ഓരോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ ഫാമിലിയിൽ നിന്ന് 5 പേര് 4 പേര് അങ്ങനെയൊക്കെ വെച്ചിട്ട് 2 പേരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ 2 പേരുള്ളിടത്ത് 4 പേരായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊക്കെ എല്ലാ റൂമിലും കിടന്നിട്ടാണ്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. അപ്പം അതിനിടയ്ക്ക് 2 റൂമാണെന്നാണ് ഓർത്തത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ താഴെ കിടക്കുക. ഇവിടെയാണ് ഞാനും ഉമ്മായും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും താമസിച്ച റൂമാണ് ഇത്. നല്ല സൂപ്പർ റൂമാണ് കേട്ടോ. നല്ല അടിപൊളി റൂമും നല്ല സെറ്റപ്പും എല്ലാം ഉണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ബെഡും മറ്റു സംഭവങ്ങളൊക്കെ നമുക്ക് തരും കേട്ടോ ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചപ്പാത്തിയായിട്ടും മീൻകറി, ബീഫ് ഫ്രൈ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അതെല്ലാം കൊണ്ടുവന്ന് എല്ലാവരും ഇതേപോലെ തന്നെ ഷെയർ ചെയ്ത് കഴിച്ചു. പയറ് ചീറ്റയിടയിൽ ഭാവി ബീഫ് എടുത്തോ, ബീഫ് ഭാവി ഏത് ഒരു മിനിറ്റ് കേട്ടാ. മക്കളും കൂടെ ഉണ്ടെങ്കിൽ മക്കളെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് ഞാൻ നോക്കിയിട്ട് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കസിൻസുകളൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഈ യാത്ര. പിന്നെ നമ്മൾ നമ്മുടെ ബസ്സൊക്കെ പാർക്ക് ചെയ്തിട്ട് അടുത്തത് പോയത് ഫ്ലവർ ഷോക്കാണ് കേട്ടോ. ഫ്ലവർ ഷോക്ക് പോണ വഴിയാണ്. എന്ത് ബ്ലോക്കായിരുന്നു അറിയാമോ? നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾ കണ്ട് കയറി എന്തായാലും ആ തിരക്കിൽ. പിന്നെ അതുകൂടാണ്ട് അകത്ത് കയറിയ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ പറയും കേട്ടോ, ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് എടുക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന്. പക്ഷേ വെറുതെ തട്ടിപ്പോൾ ഞങ്ങൾ കൊടുത്തൊന്നുമില്ല കേട്ടോ, എടുക്കില്ല എന്ന് പറഞ്ഞ് വന്ന്
പക്ഷെ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ആ കാശും കൂടി വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങോട്ട് കയറി പോകുന്ന തിരക്കും ആൾക്കാർ കണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന തിരക്കും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിരുന്നു എന്തായാലും. പിന്നെ ബാക്കി നമുക്ക് ഫ്ലവർ ഷോ ഒക്കെ കാണാനായിട്ട് അകത്തേക്ക് കയറാം കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ടിൽ ബാക്കി വീഡിയോസ് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ പോയ വേറെ സ്ഥലങ്ങളും എല്ലാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് കാരണം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ.